നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്കാണ്. ഈത്തപ്പഴവും ക്യാരറ്റും വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കാരമലൈസ് ചെയ്യാനായിട്ട്. ആദ്യമൊന്നും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം മെൽട്ടായി തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നല്ലോണം മെൽട്ടായിട്ട് വരണം, നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഒരുപാട് കരിഞ്ഞു പോകരുത്, എന്നാൽ നല്ലോണം ബ്രൗൺ കളറാവുകയും വേണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഈ തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് ഈ ക്യാരമലിൻ്റെ അപ്പോൾ ഇത് ക്യാരമൽ ഇത്തിരി കട്ടയൊക്കെ പിടിക്കും. അത് കുഴപ്പമില്ല. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതെല്ലാം അലിഞ്ഞ് നല്ല മിക്സായിട്ട് വരും. അപ്പോൾ ക്യാരമൽ നമുക്കവിടെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ടിന്നൊന്ന് സെറ്റാക്കി എടുക്കണം. ആദ്യം തന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിന് ചുറ്റും നമ്മൾ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിലും സൈഡിലും ഒക്കെ ആയിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലുതല്ല, ഒരുപാട് ചെറുതല്ല, ഒരു മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവാണ് 3 കപ്പ്. അപ്പോൾ 3 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അളന്നവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഞാനിവിടെ 1 കപ്പ് ഡേറ്റ്സ് ആണ് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാഷ്യൂ നട്ട്സ്, നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഒരു 1/4 കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പം ഈ ക്യാരറ്റും ഡേറ്റ്സും ഒന്നും കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ 1 കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള മെഷറിംഗ് കപ്പ് 1/2 കപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് 2 തവണയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നിറച്ചും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പട്ട പൊടിച്ചത് സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്. ഇതെന്തായാലും മസ്റ്റായിട്ട് ചേർക്കണം. അപ്പോഴാണ് അതിന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. അത്രയും മിക്സ് ചെയ്ത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ യെല്ലോ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ട് നല്ല പതഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എത്ര നേരം ബീറ്റ് ചെയ്യുന്നു അത്രയും നന്നായിട്ട് തന്നെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ഒരു 5 മിനിറ്റിൻ്റെ മുകളിലൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും നേരം നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ എഗ്ഗും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്യരുത്, ചെറിയ സ്പീഡിൽ മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പാണ്. അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ചേർത്ത് കൊടുക്കാം. അത് ബീറ്ററിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീറ്ററിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എഗ്ഗ് പൊങ്ങി വന്നതൊക്കെ താന്നു പോവും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോവും. അപ്പോൾ നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ 3-4 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഡേറ്റ്സും കാഷ്യൂസും കൂടിയിട്ടുള്ള മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെ ബാച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ബാച്ചായിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഒരുപാട് നല്ല ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്, നല്ല സോഫ്റ്റായിട്ട് പതുക്കെ മാത്രം മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ എഗ്ഗിൻ്റെ ബീറ്റ് ചെയ്തപ്പോഴുള്ള ബബിൾസൊക്കെ അതിന് പോവും. അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ കേക്ക് ടിൻ എടുത്ത് നമുക്കിതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തത്തിൽ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാടിട്ട് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പം ഈ ക്യാരറ്റും ഇതൊക്കെ അടിയിലേക്ക് തന്നെ പോകും. അല്ലെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താലും മതി. ആ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇനി ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അതിലേക്ക് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45-50 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കുക്കായിട്ട് വരാൻ. നമ്മൾ കുക്കായൊന്ന് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നടുവിൽ സെൻറ്ററിലൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒരു 50 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്. ചൂടൊക്കെ ആറി നല്ല തണുത്തതിന് ശേഷം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് കേക്കാണ്. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ വെച്ച് കൊടുക്കണ്ട, അപ്പോൾ അതെല്ലാം താന്നു പോകും. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാഷ്യൂസ് നമ്മളൊരു 30-35 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ മൂടി ഒന്ന് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ക്യാരറ്റൊക്കെ ഇതിലുണ്ടെന്ന് അറിയ പോലും ഇല്ല. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഒരുപാട് ഹെൽത്തി ഒന്നും അല്ലെങ്കിലും വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.